എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാരിറ്റിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 9 of crystals, high priestess energy, 5 of feathers, knight of acorns, magician energy and 4 of crystals energy connections ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 9 of crystals and magician energy ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അധികം സാധ്യതകൾ നിങ്ങളിലേക്ക്, അതായത് പല രാശിയുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പല ഭാവമാറ്റങ്ങളും അസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ ഉണ്ടാവുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെയധികം പല മേഖലകളിലും, ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ പ്രത്യേകിച്ച് വളരെയധികം ആശ്വാസം നിലനിർത്താൻ പറ്റുന്ന ഒരു സമയമാണ്. അതേപോലെ വാസസ്ഥലം, അതായത് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ വീട് ചിലപ്പോൾ മാറാൻ സാധ്യത ഉള്ളതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരിടത്തും മറ്റൊരിടത്തേക്കുള്ളൊരു മാറ്റം ചിലപ്പോൾ വിദേശത്തേക്കായിരിക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ നാട്ടിൽ ഉള്ള ഒരാളാണെങ്കിൽ വീട്, അതായത് അടുത്ത് അതേ രാജ്യത്ത് തന്നെ എന്നുള്ള രീതിയിലും ആവാം. അതല്ല എങ്കിൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും രാജ്യം തന്നെ മാറി മറ്റൊരു രാജ്യത്ത് മറ്റൊരു വീട്ടിൽ എന്നുള്ളൊരു സിറ്റുവേഷൻ ആകാം. അതേപോലെ കച്ചവടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കൂട്ടുകച്ചവടവും ഒക്കെ നിങ്ങൾക്ക് വളരെ, അതായത് ഒരുമിച്ച് ചേർന്നിട്ട് ടീം വർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സമയമായതുകൊണ്ട് കൂട്ടുകച്ചവടത്തിൽ ലാഭം ഉണ്ടാകാം. പിന്നെ അതുപോലുള്ള അസ്ട്രോളജിയിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ കൂട്ടുകച്ചവടത്തിൽ ലാഭം ഉണ്ടാകാം. എന്നാലും നിങ്ങൾ ആരായിട്ടാണ് കച്ചവടങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ നാളുകൾ നക്ഷത്രങ്ങൾ വെച്ചിട്ട് നോക്കി മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. വേണ്ടുന്ന ജാഗ്രത പുലർത്തുക എന്നുള്ളത് ഒഴിച്ചാൽ പൊതുവെ കൂട്ടുകച്ചവടം നിങ്ങൾക്ക് വളരെയധികം നല്ലതായിട്ടാണ് കാണിക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ, കുട്ടികളുടേതായിട്ടുള്ള ചെറിയ കുട്ടികളുടെ ഉണ്ടോ ചെറിയ വീഴ്ചകൾ ആ ഒരു പ്രായത്തിലുള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു കണ്ണ് വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചെറിയ ചെറിയ അലട്ടലുകൾ ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങളൊരു വലിയ ലെവലിലുള്ളൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ബിസിനസ് ഡള്ളായിട്ടിരിക്കുന്നു, ബിസിനസ് വലിയ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ വളരെ നല്ലൊരു മാനിഫെസ്റ്റേഷൻ, ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുകയാണ്. ഇത് പിന്നെ പറയാനുള്ള ഈ ഒരു മാസം, മലയാള മാസം 1-ാം തീയതി ആവുമ്പോൾ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുക. ഗണപതിക്ക് നാളികേരം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന തിങ്കളാഴ്ച ദിവസം ചെയ്യാം. അതേപോലെ തന്നെ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുകയും ചുമന്ന പൂവ് ഗണപതിക്ക് അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം. അത് 1-ാം തീയതി ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. പിന്നെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ വളരെയധികം സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും ഗണപതി ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച്. മറ്റ് മതത്തിൽപ്പെട്ടവരായ ഇപ്പോൾ ക്രിസ്ത്യൻസോ മുസ്ലിംസോ ആയിട്ടുള്ളവരാണ് എങ്കിൽ ചില ആളുകൾ ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കാറുണ്ട്, പറഞ്ഞ് കഴിപ്പിക്കാറുണ്ട് ഇന്ന ക്ഷേത്രത്തിൽ. അപ്പോൾ അത് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് കുറച്ചധികം ധൂർത്ത് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതും ചിലവാക്കുന്നതും നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ചിലവാക്കും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് അരി വാങ്ങിക്കാനാണ് പോകുന്നത് എങ്കിൽ അരി ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് വരികയും ചെയ്യും. പിന്നെ അരി വാങ്ങിക്കാൻ വീണ്ടും പോകും. അപ്പോൾ പോകുമ്പോൾ പിന്നെയും വേറെ എന്തെങ്കിലുമൊക്കെ കണ്ട് അത് വാങ്ങിച്ചിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതായത് വേണ്ടുന്ന കാര്യം എന്താണോ വാങ്ങിക്കാനുള്ളത് അതിൻ്റെ ലിസ്റ്റ് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം അത് മാത്രം വാങ്ങിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ. സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഭയങ്കരമായിട്ട്
നിങ്ങൾ അറിയാതെ വാങ്ങിച്ചു പോകും. അപ്പോൾ ഒന്നുകിൽ കടയിൽ പോകുന്നത് മറ്റുള്ളവർ ആരെങ്കിലും പോകുന്നതായിരിക്കും ഫാമിലിയിൽ നല്ലത്. അതല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഉറപ്പിച്ചിട്ട് പോവുക എന്നുള്ളത്. സാധാരണമായി കാണുന്ന നേട്ടങ്ങളെക്കാൾ കുറച്ചുകൂടി മികച്ച നേട്ടങ്ങളാണ് ഈ ഒരു മാസം കാണിക്കുന്നത്. അതേപോലെ ഹൈ പ്രീസ്റ്റസ് എനർജി ആൻഡ് നൈറ്റ് ഓഫ് ഏക്കോൺസ് എനർജിയാണ്. വളരെയധികം ക്ഷമ, ദാക്ഷിണ്യം, ദയ, വിനയം ഇതുപോലുള്ള നല്ല ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിലൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് പെട്ടെന്ന് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യവശാൽ നമ്മളതൊന്നും മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം ക്ഷമയും കാരുണ്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സാമ്പത്തികമായിട്ടാവാം, അല്ലാതെയുള്ള സഹായങ്ങളും. ഈ ആഡംബരങ്ങൾ, ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്നുണ്ട്, ധനം ഒത്തിരി കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള ആഡംബരങ്ങളിൽ പണം ചിലവാക്കുന്നത് അത് നിങ്ങളുടെ പണമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലവാക്കാം. പക്ഷെ അമിതമായിട്ടാവാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് വേണം, അത് ചെയ്യണമെന്ന് മനസ്സിലുള്ളത് കൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള ആഡംബരങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകാതെ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു എനർജിയാണ്. മാനസികമായിട്ട് മനസ്സിൻ്റെ ഒരു പിരിമുറുക്കമൊക്കെ ഈ ഒരു മാസത്തിൽ പൊതുവെ കുറവായിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാകുന്നതും വളരെ നല്ലതാണ്. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ യോഗ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ക്ഷേത്രങ്ങൾ, പള്ളികളിൽ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ ഹൈ പ്രീസ്റ്റസ് ആൻഡ് 4 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, സത്യസന്ധരല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേട്ടമുണ്ട്, നിങ്ങളിൽ നിന്ന് നേട്ടമുണ്ട്, നിങ്ങളിൽ സാമ്പത്തിക സാധ്യത വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളോട് കൂട്ടുകൂടാൻ നിൽക്കുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറയാനുള്ള മറ്റു കാര്യം എന്ന് വെച്ചാൽ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചില ആളുകൾ ഈ ഒരു സമയത്ത് കൂട്ടുകൂടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കഴിവും ഈ ഒരു സമയത്ത് ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉള്ളത് കൊണ്ടും ഒക്കെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അവർക്ക് വിഷമാവോ അല്ലെങ്കിൽ മറ്റാരൊക്കെങ്കിലും ചിലപ്പോൾ വീട്ടിൽ നിന്ന് വോയിസ് ഉണ്ടാകും. കാരണം ഇപ്പോൾ പാരൻസ് പറയും അങ്ങനെയുള്ളവർ അത് അങ്ങനെ മാറ്റി നിർത്തണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ അതങ്ങനെയല്ല. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തരുന്നത് എന്തിനേയും അടുപ്പിക്കാതിരിക്കുക. ഇനിയിപ്പോൾ അത് ആര് പറഞ്ഞാലും തീർച്ചയായിട്ടും പാരൻസിനോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ അവരുടെ റെസ്പെക്റ്റോട് കൂടി തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില അച്ഛനമ്മമാർക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അവരെ അത് പറയേണ്ട ഓരോരുത്തർക്കും ഓരോന്നും മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ പറയുമ്പോൾ തന്നെ പക്വമായിട്ട് കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ എടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഡയറക്റ്റ് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല, അവർക്ക് വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓരോ ആളുകളും ഏത് രീതിയിലാണോ അത് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ മാത്രം അവരോട് സംസാരിക്കുക എന്നുള്ളത്. അതേപോലെ 5 ഓഫ് ഫെദേഴ്സ് ആൻഡ് മജീഷ്യൻ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക, സോളോ ട്രാവൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി നല്ലതാണ്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒറ്റയ്ക്കുള്ള ഇങ്ങനെയുള്ള യാത്രകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതായത് മുന്നോട്ടേക്കുള്ള ജീവിതത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഒറ്റയ്ക്കുള്ള യാത്രകൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം, വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകൾ, അതായത് റിട്ടയർ ആയിട്ടുള്ളവരും ആരോഗ്യപരമായിട്ട് വേറെ പ്രശ്നങ്ങളില്ലാത്തവർ, നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, പലയിടങ്ങളിൽ പോകുന്നു. അതായത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒത്തിരി വലിയൊരു ഫ്രീഡം ഫീൽ ചെയ്യുന്നതാണ്. കാരണം നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക എന്നുള്ളത്. ചില ആളുകൾ പറയും ഇപ്പോൾ ഫാമിലി, കുട്ടികൾ, കുടുംബം, അതൊക്കെ നല്ല കാര്യം, അവരോട് കൂടെ സമയം ചിലവഴിക്കും. പക്ഷെ അതല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ മാത്രമാകുമ്പോൾ എന്ത് ഫീലിംഗ് ആണ് വരുന്നത്, അതിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നിങ്ങളുടെ പരിമിതികളും നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു സമയം എന്നുള്ളത് കൂടി
ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.